ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി പ്രോബബിലിറ്റി എന്നായിരുന്നില്ല, ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി നമ്പർ ഓഫ് പാക്കറ്റ്സ് എന്നായിരുന്നു. അപ്പോൾ ഇത് ഈ 1000 ലാസ്റ്റ് സ്റ്റെപ്പിൽ എഴുതാനുള്ളതാണ്. 1000 പാക്കറ്റുകൾ കൊടുത്തയക്കുമ്പോൾ അതിലെ അറ്റ്ലീസ്റ്റ് 2 രണ്ടെണ്ണം മിനിമം ഡിഫക്റ്റീവ് ആകാനുള്ള പ്രോബബിലിറ്റി എന്താണ്, അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ആ 1000 പാക്കറ്റുകൾ കാണുമ്പോൾ ലാസ്റ്റ് ഒരു നമ്പറാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ, അതത് പ്രോബബിലിറ്റിനായിട്ട് യാതൊരു ബന്ധമില്ല. അവസാനത്തെ ടോട്ടൽ നമ്പർ കാണാനാണ് ഈ 1000 പാക്കറ്റ് കേട്ടോ, അല്ലാണ്ട് n ഇവിടെ എത്രയാണ്, 20 ആണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ പി തന്നിട്ടുണ്ട്, താഴെ എഴുതാം ഗിവൺ പി ഈക്വൽ ടു 0.05 n ഈക്വൽ ടു 20. ഓക്കെ, അപ്പോൾ ലാംഡ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ ലാംഡയാണ് കണ്ടുപിടിക്കേണ്ടത്. ലാംഡ കാണാനുള്ള ഫോർമുല എന്താണ്, n ഇൻറ്റു പി. 0.05 ഇൻറ്റു 20 എത്രയും കണ്ടോ, 0.05 ഇൻറ്റു 20 എത്രയാണ് 1 ആണ്, 0.1 ആണോ, 1 ആണ് അല്ലേ, 1 ആണ്. അപ്പോൾ ലാംഡയുടെ വാല്യൂ 1 ആണ് കേട്ടോ. ഓക്കെ, then Poisson distribution is, Poisson distribution നമ്മൾ സെറ്റ് ചെയ്യാണ്. Poisson distribution is ആരെങ്കിലും ഒരാൾ ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിൽ മറ്റോടുന്നോ ക്വസ്റ്റ്യൻ എഴുതി വെക്കാനേ. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫോർമുല ഇതാണ്, പി ഓഫ് x ഈക്വൽ ടു, അല്ല പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാലും മതി, പി ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഇതാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫോർമുല. അതിൽ ലാംഡയ്ക്ക് 1 കൊടുക്കാനാണ് പറയുന്നത്. അപ്പം എന്തെഴുതാം നമുക്ക്, പി ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് 1 ഇൻറ്റു 1 raised to x by x factorial. ഈ പ്രോബ്ലം വളരെ സിമ്പിൾ ആയിപ്പോയി. അതുകൊണ്ട് 1 raised to x ന്റെ വാല്യൂ 1 തന്നെയാണ് കേട്ടോ. 1 raised to x ന്റെ വാല്യൂ 1 ആയതുകൊണ്ട് ഞാൻ അത് എഴുതുന്നില്ല. ഇതിനെന്ത് എഴുതാം, e raised to minus 1 by x factorial എന്നായി മാറി. ഓക്കെ ആണോ, e raised to minus 1 by x factorial എന്നായി മാറി. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റി ഫംഗ്ഷനെ സെറ്റ് ചെയ്തു. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എന്തായിരുന്നു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അറ്റ്ലീസ്റ്റ് അല്ലെ, അറ്റ്ലീസ്റ്റ് 2 ഡിഫക്റ്റീവ് എന്നാണ് പറഞ്ഞത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, അറ്റ്ലീസ്റ്റ് 2 എന്നാണ്. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്, അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞ മീനിങ് കുറഞ്ഞത് എന്നാണ് അല്ലെ, 2ഓ അതിൽ കൂടുതലോ എന്നാണ് മീനിങ് കേട്ടോ. അറ്റ്ലീസ്റ്റ് പറഞ്ഞ മീനിങ് എന്താണ്, 2ഓ അതിൽ കൂടുതലോ എന്നാണ് കേട്ടോ. അറ്റ്ലീസ്റ്റ് 2 എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്നാണ് കേട്ടോ. മനസ്സിലായോ, അറ്റ്ലീസ്റ്റ് 2 എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്നാണ്. മനസ്സിലായോ, അറ്റ്ലീസ്റ്റ് 2ന്റെ മീനിങ് മനസ്സിലായോ? അറിയാത്തവർ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, എക്സാക്ട്ലി എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു, അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. എവിടെയെങ്കിലും നോട്ട് ചെയ്യുക. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, എക്സാക്ട്ലി എന്ന് പറയുമ്പോൾ ഈക്വൽ ടു, അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നമ്മുടെ n എത്രയെന്ന് പറഞ്ഞ, n 20 അല്ലേ പറഞ്ഞേക്കണേ. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 2 എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ എഴുതരുത്, ഞാൻ എഴുതി കാണിക്കുകയാണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 2 എന്ന് പറഞ്ഞാൽ പി ഓഫ് 2 പ്ലസ്, ആരും എഴുതരുത്, ഞാൻ ഇപ്പോൾ മായ്ക്കാൻ പോവുക, പി ഓഫ് 3 പ്ലസ് പി ഓഫ് 4 അങ്ങനെ എഴുതിയിട്ട് അവസാനം പി ഓഫ് 20 വരെ നമ്മൾ എഴുതണം. അത്രയും വാല്യൂസ് കാണാൻ റിസ്ക് ആണ്. അപ്പോൾ അതുകൊണ്ട് പ്രോബബിലിറ്റിയുടെ ഒരു ബേസിക് ഐഡിയ ആണ് ഇങ്ങനെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ എന്നൊക്കെ വരുന്ന പ്രോബ്ലത്തിന്
നമ്മൾ അതിന്റെ റെസിപ്രോക്കൽ കണ്ടാൽ മതി. അതായത് അതിന്റെ കോൺജുഗേറ്റ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ കോംപ്ലിമെന്റ് കണ്ടാൽ മതി. ഈ പ്രോബബിലിറ്റിയുടെ നേരെ കോംപ്ലിമെന്റ് എടുത്താൽ മതി. അതായത് 1 മൈനസ് പി ഓഫ് ഇതിന്റെ ഓപ്പോസിറ്റ് ആരാ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2ന്റെ ഓപ്പോസിറ്റ് എക്സ് ലെസ് ദാൻ 2 ആണ്. അത് കൊടുത്താലും മതി കേട്ടോ. അപ്പൊ ഈ ഒരു പ്രോബ്ലം ശ്രദ്ധിച്ചോളൂ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2ന്റെ പ്രോബ്ലം ചോദിക്കുമ്പോൾ 1 മൈനസ് പി ഓഫ് എക്സ് ലെസ് ദാൻ 2 എന്ന് കൊടുത്താൽ മതി. ഓക്കെ ആണോ? മനസ്സിലായോ? എപ്പോഴാണത്? ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടെങ്കിൽ ഇവിടെ ഈക്വൽ ടു വേണ്ട. ഇവിടെ ഗ്രേറ്റർ ദാൻ മാത്രമായിരുന്നെങ്കിൽ അവിടെ ഈക്വൽ ടു വേണം. ഇതേപോലെ 1 മൈനസ് കൊടുക്കാം. ഇത് എന്ത് വന്നാലും അതിന് തിരിച്ചു കൊടുക്കാം. ഏത് നമ്പറാണോ അതിന്റെ 1 മൈനസ് കൊടുക്കാം. ലെസ് ദാൻ 3 കൊടുത്താൽ മതി. ഓക്കെ, പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ 3 ആണെങ്കിൽ 1 മൈനസ് എക്സ് ലെസ് ദാൻ ഓർ 3 കൊടുക്കണം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണെങ്കിൽ ലെസ് ദാൻ 3 കൊടുക്കണം. ഓക്കെ ഓക്കെ ഇതിന് ഈക്വൽ ടു 1 മൈനസ് ലെസ് ദാൻ 2ൽ ആരൊക്കെ ഉള്ളത്? പി ഓഫ് 0യും പി ഓഫ് 1ഉം അല്ലേ? 2നേക്കാളും മുമ്പുള്ള ആൾക്കാർ ആരൊക്കെയെന്നാണ് ക്വസ്റ്റ്യൻ. 2നേക്കാൾ മുമ്പ് ആരൊക്കെയാ? പി ഓഫ് 0യും പി ഓഫ് 1 ആണ് അല്ലേ? ഇതാണ് പി ഓഫ് എക്സ്. ഈ പറയുന്നതാണ് പി ഓഫ് എക്സ്. അപ്പൊ പി ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്താ എഴുതുക? ആ എക്സ് കാണുന്നിടത്ത് 0 ഇട്ട് കൊടുത്താൽ മതിയില്ലേ? അല്ലേ? എക്സ് കാണുന്നിടത്ത് 0 ഇട്ട് കൊടുത്താൽ മതി. e raised to minus 1 by 0 factorial plus e raised to minus 1 by 1 factorial. ഈ പ്രോബ്ലം സിമ്പിൾ ആയതുകൊണ്ടാണ് ഇത്രയും സിമ്പിൾ ആയിട്ട് കിട്ടുന്നത്. 1 മൈനസ് e raised to minus 1 by 0 factorial എന്ന് പറഞ്ഞാൽ 1 ആണ്. e raised to minus 1 by 1 factorial 1 ആണ് കേട്ടോ. ശ്രദ്ധിച്ച് അറിയാത്തൊരു നോട്ട് ചെയ്ത് വയ്ക്കുക. 0 factorialന്റെ വഴി 1 ആണ് കേട്ടോ. ഇതിപ്പോ 2 പ്രാവശ്യം വന്നില്ലേ? 1 മൈനസ് 2 ഇൻറ്റു e raised to minus 1. ഇത് എത്രയാണ്? കാൽക്കുലേറ്റർ അടിക്കാം. കാൽക്കുലേറ്റർ അടിച്ചു നോക്കുക. എല്ലാവരും കാൽക്കുലേറ്റർ എടുക്കുക. ആരോണ് കാൽക്കുലേറ്റർ ഉണ്ടോ കയ്യില്? ഹരി, കാൽക്കുലേറ്റർ കയ്യിലുണ്ടോ? ഹലോ, ഉള്ളവരടിക്കുക. 1 മൈനസ് 2 ഇൻറ്റു ഇ റേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് എല്ലാം അടിച്ചാൽ മതി ഇതാ. നാച്ചുറൽ ലോഗരിതത്തിന്റെ മുകളിൽ എല്ലാം ഉണ്ടാവേ, അതിന്റെ മുകളിലാണ്. എത്ര വന്ന്? 0.26442 അത്രയാണ് അല്ലേ? ഇതാണ് പ്രോബബിലിറ്റി. ശ്രദ്ധിക്കുക, അറ്റ്ലീസ്റ്റ് 2 വരാനുള്ള പ്രോബബിലിറ്റി ആണ് ഇപ്പൊ പറഞ്ഞത്. പക്ഷെ അതല്ല നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മുടെ ക്വസ്റ്റ്യൻ അറ്റ്ലീസ്റ്റ് 2 കാണാനുള്ള പ്രോബബിലിറ്റി കാണാനായിരുന്നില്ല. ഫൈൻഡ് ദി നമ്പർ ഓഫ് പാക്കറ്റ്സ് എന്നാണ്. അങ്ങനത്തെ 1000 പാക്കറ്റുകൾ കൊടുത്തയക്കുമ്പോൾ 20 എണ്ണത്തിന്റെ ഓരോ പാക്കറ്റുകൾ വെച്ചിട്ട് 1000 പാക്കറ്റുകൾ ഒരു സ്ഥലത്തേക്ക് കൊടുത്തയക്കുമ്പോൾ അതിലെത്ര ഡിഫക്റ്റീവ് ഐറ്റംസ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായോ? അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ കിട്ടിയ ആൻസറിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത കാര്യം കഴിഞ്ഞു. മനസ്സിലായോ? ഒരു പാക്കറ്റിന്റെ കാര്യം നമ്മളെ, ഒരു പാക്കറ്റിൽ അറ്റ്ലീസ്റ്റ് 2 വരാനുള്ള പ്രോബബിലിറ്റിയാണ് 0.2642. അങ്ങനെ 1000 പാക്കറ്റുകളിൽ എന്ത് ചെയ്താൽ മതി? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതില്ലേ? അപ്പൊ താഴെ ഇത്ര മാത്രം എഴുതിയാൽ മതി. അല്ല, ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, എങ്ങനെ റിക്വയർഡ് താഴെ എഴുതാ. റിക്വയർഡ് നമ്പർ ഓഫ് പാക്കറ്റ്സ് ഈക്വൽ ടു 1000 ഇൻറ്റു ഇപ്പൊ കിട്ടിയ ആൻസർ 0.2642. അതിന് നമ്മൾ 264.2 എന്നായിരുന്നു അല്ലേ? നമ്പറാണ് കാണാൻ പറഞ്ഞേക്കണേ. അപ്പൊ അതിനെ പോയിന്റ് ആയിട്ട് പറയാറില്ല. അപ്രോക്സിമേറ്റ്ലി പോയിന്റിന് ശേഷമുള്ള നമ്പർ 5നേക്കാൾ കുറവാണെങ്കിൽ ആ നമ്പർ തന്നെ എടുത്ത് കേട്ടോ. അപ്പൊ 264 പാക്കറ്റില് 2 എണ്ണത്തില് ഡിഫക്റ്റീവ് ഉണ്ടാവും. 2ഓ അതിൽ കൂടുതലോ ഡിഫക്റ്റീവ് ഉള്ള 264 പാക്കറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടോ. എന്ത് സാധനമായിരിക്കില്ലേ? 1000 എണ്ണം കൊടുത്തയക്കുമ്പോൾ അതിൽ 2ഓ അതിൽ കൂടുതലോ ഡിഫക്റ്റീവ് വരുന്ന
264 പാക്കറ്റുകൾ ഉണ്ടാവും. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞേക്കണേ എക്സാക്ട്ലി 2 ഡിഫക്റ്റീവ് എന്നാണ്. എക്സാക്ട്ലി അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് എക്സാക്ട്ലി P(2) മാത്രമേ വരുള്ളൂ. അത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിൾ ആണ്. എക്സാക്ട്ലി 2 ഡിഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ P(2) കണ്ടാൽ മതി. e⁻⁻1/2 ഫാക്ടോറിയൽ എത്രയെന്ന് എഴുതിക്കോ. ഇതങ്ങനെ 1 ശ്രദ്ധിക്കുക ഇൻറ്റു 1⁻x എന്നായതുകൊണ്ടാണ് 1 ആയതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞത്. മനസ്സിലായോ? ശ്രദ്ധിക്കണം, എല്ലാ പ്രോബ്ലം ഇങ്ങനെയല്ല കേട്ടോ. എല്ലാ പ്രോബ്ലം e⁻λ വരും. ഇവിടെ ഈ ലാംഡയുടെ വാല്യൂ 1 ആയതുകൊണ്ടാണ് ഞാൻ ഈ ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞത് കേട്ടാ. 1 എന്തെടുത്താലും 1 തന്നെയല്ലേ, അതുകൊണ്ടാണ് അയാളെ കട്ട് ചെയ്തത് കേട്ടോ. എത്ര വന്ന് e⁻1/2 1839. ഓക്കെ, അപ്പോ therefore required number അല്ലേ, റിക്വയർഡ് നമ്പർ ഓഫ് പാക്കറ്റ്സ്. ഇത് പ്രോബബിലിറ്റി ആണ്. അതിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1000 ഇൻറ്റു 0.1839. അപ്പോൾ 183.9. അതിന് അപ്രോക്സിമേറ്റ്ലി 184 എന്ന് എഴുതി കൂടെ. 9 അല്ലേ, പോയിന്റിന് ശേഷം 9 ആണ്. അപ്പൊ അതിന് 184. നമ്പർ എന്ന് കാണുന്നതൊക്കെ നമ്മൾ ഇതേപോലെ അപ്രോക്സിമേഷൻ എടുക്കണം കേട്ടോ. പോയിന്റ് ആയിട്ട് പറയരുത്. നമ്പർ ഓഫ് എന്ന് പറഞ്ഞ പ്രോബ്ലത്തിൽ പോയിന്റ് ആയിട്ട് പറയാൻ പാടില്ല, അപ്രോക്സിമേറ്റ് വാല്യൂ എടുക്കാം. എളുപ്പല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ തനിയെ ചെയ്യുന്നു വിചാരിക്കുന്നു. മായ്ക്കുന്നുണ്ടേ, മാറ്റോട്ടെ. അടുത്തത് അറ്റ്മോസ്റ്റ് 2 എന്നാണ്. അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞു മാക്സിമം 2 വരാൻ പാടുള്ളൂ. അതായത് x < 2. അപ്പോൾ അതിന് < വരുന്നതിന് 1 - ആക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്താലും കിട്ടും, ലെങ്ത് കൂടി പോവും. 2ന്റെ താഴെ ആരൊക്കെയാ? P(0) പ്ലസ് P(1) പ്ലസ് P(2). കേട്ടില്ല? ബിലോ 2 എന്ന് പറഞ്ഞാൽ ബിലോ 2 ഡിഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി. ബിലോ 2 എന്ന് പറഞ്ഞാൽ <2 എന്നാ വരുള്ളൂ. ഈ അറ്റ്മോസ്റ്റ് എന്നത് വേർഡ് വന്നത് കൊണ്ടാണത് കേട്ടോ. ബിലോ 2, ബിലോ 3 എന്നൊക്കെ പറഞ്ഞാൽ ലെസ് മാത്രം. അപ്പൊ അല്ലെങ്കിൽ എബോ 2 എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ മാത്രം വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ തരാൻ പോണേ. അപ്പൊ പിന്നെ മനസ്സിലാവും. ഇതിലിപ്പോ P(0) കൊടുത്ത് e⁻1/0 ഫാക്ടോറിയൽ പ്ലസ് e⁻1/1 ഫാക്ടോറിയൽ പ്ലസ് e⁻1/2 ഫാക്ടോറിയൽ. e⁻1നെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1 പ്ലസ് 1 പ്ലസ് 1/2 എത്രയാച്ചും കണ്ടോ. കാൽക്കുലേറ്റർ അടിച്ചോളൂ. e⁻1 ഇൻറ്റു 2 1 3. അത് നിങ്ങൾ അടിച്ചോളാം, നല്ലത്. കണ്ടുപിടിച്ച പെട്ടെന്നായിക്കോട്ടെ. അപ്പൊ നമുക്കിപ്പോ കിട്ടിയത് എത്ര കിട്ടിയെന്ന് പറഞ്ഞ 0. കേട്ടില്ല? എത്ര? 9169 ആണ്. അപ്പൊ റിക്വയർഡ് നമ്പർ അതുകൂടി എഴുതണേ. റിക്വയർഡ് നമ്പർ ഓഫ് പാക്കറ്റ്സ് ഈക്വൽ ടു 1000 ഇൻറ്റു 0.9169 ഈക്വൽ ടു 916.9 ഈക്വൽ ടു
917 അല്ലേ അപ്രോക്സിമേറ്റ്ലി. ഓക്കെ, 917 പാക്കറ്റിൽ ഡിഫക്റ്റീവ് കിട്ടാം. അതല്ലേ നമ്മൾ ചെയ്ത്. ഏത് ഇക്വേഷൻ മനസ്സിലായില്ല? അത് ഞാൻ പറഞ്ഞല്ലോ, ആ 1 ആയതുകൊണ്ടാണ് അങ്ങനെ ചെറുതായത്. എല്ലാ പ്രോബ്ലം അങ്ങനെ ചെറുതാവുന്നില്ല. ആ 1 മനസ്സിലായി, റെഡ്യൂസ് ചെയ്തത് 1 വന്നത് കൊണ്ട് മാത്രമാണ് അങ്ങനെ റെഡ്യൂസ് ആയി പോയത്, അല്ലാണ്ട് ഞാൻ ആക്കിയതല്ല. 1 ആയതുകൊണ്ട് അങ്ങനെ ചെയ്തെന്നുള്ളൂ, അല്ലാണ്ട് എല്ലാ പ്രോബ്ലം 1 വരില്ല, ഒരിക്കലും വരില്ല. ആ ഒരു പ്രോബ്ലം 1 ആയതുകൊണ്ട് എളുപ്പത്തിൽ കാര്യം കഴിഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും മൾട്ടിപ്ലൈ ഉണ്ട്. നിങ്ങൾ നോക്കിയിട്ട് e−1.5 1.5 by 1 factorial പ്ലസ് അടുത്തത് e−1.5 1.5 by 2 factorial. ഇങ്ങനെ ചെയ്യേണ്ടി വരും. ഇതിനേക്കാളും അത് എളുപ്പമായിരുന്നില്ലേ? മനസ്സിലായോ? ഇത്രയും 3 ടൈം ഒരുമിച്ച് ചെയ്യണ്ടേ? മറ്റേതാണെങ്കിൽ ഈ സാധനം വേണ്ട. മനസ്സിലായി? ഇതില്ലായിരുന്നല്ലോ, അത് 1 ആയതുകൊണ്ട് അങ്ങനെ ആക്കിയതാണ് കേട്ടോ, അല്ലാണ്ട് എല്ലാ പ്രോബ്ലത്തിലും അങ്ങനെ വരണമെന്നില്ല. ഞാനൊരു ക്വസ്റ്റ്യൻ തരേ, ഒരു 1.5 ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ എഴുതാം, എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതാം. ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ഓട്ടോറിക്ഷയുടെ പ്രോബ്ലം, ഓട്ടോറിക്ഷ ട്രക്ക് എന്നാണ് അങ്ങനെയൊക്കെ ഒരുപാട് പറയാറുണ്ട്. അത് നോക്കട്ടെ, ഇവിടെ ഹലോ, ഹരിയുടെ ഫ്രണ്ടാണ്. തനിക്ക് ചെയ്യാൻ പറ്റുന്ന ശ്രമിക്കണേ. The number of monthly breakdown of a computer. Number of monthly breakdown of a computer. Number of monthly breakdown of a computer is a random variable having Poisson distribution. Is a random variable having Poisson distribution with the mean equal to 1.8. With the mean equal to 1.8. Find the probability that ഒരു മിനിറ്റ്, ജസ്റ്റ് ഒരു മിനിറ്റ്. The question is the number of monthly breakdown of a computer. ഇതുവരെ എഴുതിയ number of monthly breakdown of a computer is a random variable having Poisson distribution. Is a random variable having Poisson distribution with the mean equal to 1.8. With the mean equal to 1.8. Mean 1.8 എന്ന് തന്നിട്ടുണ്ട്. Find the probability that this computer will function for a month. This computer will function for a month. Number 1, ഒന്നാമത്തെ question, without a breakdown. Number 2, with only one breakdown. Number 3, with at least one breakdown.
സിമ്പിൾ ക്വസ്റ്റൻ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെയല്ല, ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇറ്റ് ഈസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അല്ല ബൈനോ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി നമുക്ക് വലിയ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവർ പറഞ്ഞിട്ടുണ്ട്. ഇനി പറഞ്ഞിട്ടില്ലെങ്കിലും ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യനിലും ഈ പോയിസൺ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ഇതിൽ മെയിൻ മാത്രമേ തന്നിട്ടുള്ളൂ. വേറെ ഒരു കാര്യം എന്തെങ്കിലും വാക്ക് പറഞ്ഞിട്ടുണ്ടോ? വേറെ നമ്പറിൻ്റെതായ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സൈസിനെ കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. മെയിൻ എന്ന് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ മെയിൻ മാത്രം തരുന്ന പ്രോബ്ലം ഉറപ്പിച്ചോളൂ, അത് പോയിസൺ ആണ് കേട്ടോ. വേറെ ഒന്നും പറയും, വേറെ എന്തെങ്കിലുമൊക്കെ പറയും, വേരിയൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതല്ല. മെയിന് മാത്രമേ തരുന്നുള്ളൂ, എന്നിനെ കുറിച്ച് മിണ്ടുന്നില്ല. മെയിന് മാത്രമേ തരുന്നുള്ളൂ, അല്ലെങ്കിൽ വേരിയൻസിനെ കുറിച്ച് പറയുന്നില്ല. അങ്ങനെ ഒന്നും ബൈനോമിയലിന്റെ പ്രോബ്ലത്തിലാണെങ്കിൽ മീനും തരും വേരിയൻസും തരും, രണ്ടും തരും. ഓക്കെ, അല്ലാതെ മെയിന് മാത്രം തരുന്ന ഒരു പ്രോബ്ലം ആണെങ്കിൽ അത് ഏതിന്റെ പ്രോബ്ലം ആണ്? അത് പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബ്ലം ആണ്. അപ്പൊ ഇത് നമുക്ക് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് മനസ്സിലായി. ഓക്കെ, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് മനസ്സിലായില്ലെങ്കിലും ഞാൻ പറഞ്ഞതാണ്. മെയിന് മാത്രം തരാണെങ്കിൽ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. നമ്മൾ ഫോർമുല എഴുതാം. എന്താണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ ഫോർമുല? മെയിന് തന്നിട്ടുണ്ട്, ലാംഡയാണ് കേട്ടോ. ഗിവൺ എഴുതാം, ഗിവൺ മെയിൻ ഈക്വൽ ടു 1.8. അപ്പോൾ ലാംഡ ഈക്വൽ ടു 1.8 ആണ്. ആ പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ ഫോർമുല എഴുതുന്നു. പി ഓഫ് എക്സ് ഈക്വൽ ടു എന്താ ഫോർമുല? ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. അപ്പോൾ നമ്മുടെ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇ റേസ് ടു മൈനസ് 1.8 റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഓക്കെ അല്ലേ? ഇനി മൂന്ന് ചെയ്ത് നോക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിത്തൗട്ട് എ ബ്രേക്ക് ഡൗൺ എന്ത് ചെയ്യണം? വിത്തൗട്ട് എ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ പി ഓഫ് 0 മാത്രം കണ്ടാൽ മതി, ഒന്നുമില്ല. മനസ്സിലായോ? ബ്രേക്ക് ഡൗൺ ഇല്ല. എല്ലാവർക്കും കട്ടായോ? ഷണ്ടാത്ത റേഞ്ച് നോക്കടാ, നിന്റെ പ്രശ്നമായിരിക്കും. ഒന്ന് ബാക്ക് എടുത്തിട്ട് വന്നേ. അതായത് വിത്തൗട്ട് എ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ബ്രേക്ക് ഡൗൺ ഒന്നുമില്ല. അപ്പൊ എന്താ ചെയ്യാ? പി ഓഫ് 0 പി ഓഫ് 0 ആണ് വിത്തൗട്ട് എ ബ്രേക്ക് ഡൗൺ. വിത്ത് ഓൺലി 1 ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ പി ഓഫ് 1 എക്സ് കാണുന്നിടത്ത് 1 കൊടുക്കാം. അടുത്തതോ അറ്റ്ലീസ്റ്റ് 1 ബ്രേക്ക് ഡൗൺ ആണ്. അറ്റ്ലീസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അറ്റ്ലീസ്റ്റ് 1 എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. എന്ന് തന്നിട്ടുണ്ടോ ഇതില്? അപ്പൊ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 വെച്ചാൽ നമ്മൾ എങ്ങനെ പോവാ? നമ്മൾ 1, 2, 3 പോവാ. നമ്മള് ഇൻഫിനിറ്റി വരെ കൊടുക്കണം. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ഞാൻ പറഞ്ഞത് അതിന്റെ പ്രോബബിലിറ്റിയുടെ എന്ത് ചെയ്യണം? പ്രോബബിലിറ്റിയുടെ അതായത് കോംപ്ലിമെന്റ് എന്ന് വിളിക്കും. അതിന് നേരെ ഓപ്പോസിറ്റിലേക്ക് പോവാം. 1 മൈനസ് പി ഓഫ് എക്സ് ലെസ് ദാൻ 1. ഇത് സിമ്പിൾ ക്വസ്റ്റൻ ആണ് ഞാൻ പറഞ്ഞത്. എക്സ് ലെസ് ദാനോ ഗ്രേറ്റർ ദാനോ ഓർ ഈക്വൽ ടു 1ന്റെ കോംപ്ലിമെന്റ് എടുക്കുക എന്ന് പറഞ്ഞാല് 1 മൈനസ് എക്സ് ലെസ് ദാൻ 1 വരുന്നുള്ളൂ. ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ ആരാ? 1 മൈനസ് പി ഓഫ് 0 അല്ലേ? 1നേക്കാൾ താഴെ 0 മാത്രമല്ലേ ഉള്ളൂ. പി ഓഫ് 0 നമ്മളിവിടെ കണ്ടുപിടിക്കും. ആ ആൻസറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത കാര്യം കഴിഞ്ഞു. മനസ്സിലായോ? ചെയ്ത് നോക്കത് അത് ഞാൻ പറയാം. നിങ്ങൾ ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റ്യനില് ഫൈൻഡ് നമ്പർ ഓഫ് വർക്കേഴ്സ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഫൈൻഡ് ദ നമ്പർ ഓഫ് എന്നൊന്നുമില്ല. കറക്റ്റ് പ്രോബബിലിറ്റി ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വിത്തൗട്ട് എ ബ്രേക്ക് ഡൗൺ എന്നാണ് അല്ലേ? വിത്തൗട്ട് ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ പി ഓഫ് 0 കാണാം. അതായത് ഇ റേസ് ടു മൈനസ് 1.8 റേസ് ടു 0 ബൈ 0 ഫാക്ടോറിയൽ. കാൽക്കുലേറ്റർ എടുക്കുക. കാൽക്കുലേറ്റർ ടൈപ്പ് ചെയ്യാൻ അറിയാത്തവരോട് ഞാൻ പറഞ്ഞുതരാം. കാൽക്കുലേറ്ററിൽ ഇ റേസ് ടു കിട്ടണമെങ്കിൽ ln നാച്ചുറൽ ലോഗരിതം ln എടുത്താൽ മതി. ഷിഫ്റ്റ് ln എടുക്കുക. അപ്പോൾ ഇ റേസ് ടു എന്ന് കിട്ടും. എന്നിട്ട് റേസ് ടു മൈനസ് 1.8 ഇൻറ്റു 1.8 റേസ് ടു 0 ബൈ 0 ഫാക്ടോറിയൽ. ഫാക്ടോറിയൽ എടുക്കാൻ വേണ്ടിയിട്ട് എക്സ് ഇൻവേഴ്സ് എന്നുള്ള സാധനം ഉണ്ടാവും. അതിന്റെ ഷിഫ്റ്റിന്റെ അടിയിൽ അടിച്ചു കഴിഞ്ഞാൽ ഫാക്ടോറിയൽ കിട്ടും കേട്ടോ. ഷിഫ്റ്റ് എക്സ് ഇൻവേഴ്സ് അടിച്ചാൽ ഫാക്ടോറിയൽ കിട്ടും അല്ലേ? ഓക്കെ, എത്ര വാല്യൂ വന്നേ? കറക്റ്റ് ആൻസർ ആണ്. 0.16529.
16529 ആണോ എല്ലാവർക്കും? അതെ സാർ. യെസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വിത്ത് ഓൺലി വൺ ബ്രേക്ക് ഡൗൺ ബി ഓഫ് 1 e raised to minus 1.8 1.8 raised to 1 by 1 factorial എത്രയാ? 0.2975. ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു അറ്റ്ലീസ്റ്റ് അല്ലേ. അറ്റ്ലീസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. 1 മൈനസ് പി ഓഫ് എക്സ് ലെസ് ദാൻ 1 എന്നാക്കാം. 1 മൈനസ് പി ഓഫ് 0 1 മൈനസ് പി ഓഫ് 0 നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് 0.16529. അത് കൊടുത്താൽ മതി കേട്ടോ. വീണ്ടും പി ഓഫ് 0 കാണേണ്ട ആവശ്യമില്ല. ഇപ്പം എത്രയാണ് വന്നത്? 0.8348. അപ്പോൾ ഇത് ഓക്കെ അല്ലേ? പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇനി 2 പ്രോബ്ലം കൂടി ചെയ്യണമെങ്കിൽ അത് ക്ലിയർ ആയിട്ട് വരുള്ളൂ കേട്ടോ. ഒരു 2 ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യുന്നുണ്ടേ. പോയിസൺ ഒന്ന് ഓക്കെ ആക്കി തീർക്കണം. കുഴപ്പമില്ലല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.